2026 ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ട്വിഷ ശർമ്മ തന്റെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. ട്വിഷയുടെ കുടുംബത്തിൽ വീട്ടിലെ പ്രധാന വ്യക്തി അവരുടെ അച്ഛനായിരുന്നു. ബിസിനസിനോടും വലിയ കോർപ്പറേറ്റ് ഇവന്റുകളോടും ബന്ധപ്പെട്ട ജോലിയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. അതേസമയം അമ്മ മീനാക്ഷി ഒരു വീട്ടമ്മയാണ്. സ്വന്തം വീടിനെയും കുടുംബത്തെയും എല്ലായ്പ്പോഴും സ്നേഹത്തോടെയും നിയന്ത്രണത്തോടെയും ഒറ്റക്കെട്ടായി നിർത്തിയ സ്ത്രീ. അവർ തങ്ങളുടെ 2 മക്കൾക്കും നല്ല സംസ്കാരം നൽകിയതു മാത്രമല്ല, ജീവിതത്തിൽ സ്വതന്ത്രമായി നിലകൊള്ളാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ട്വിഷയുടെ അച്ഛനും അമ്മയും ഒരിക്കലും മകനും മകൾക്കും തമ്മിൽ ഒരു വ്യത്യാസവും കാണിച്ചിരുന്നില്ല. ഇരുവരെയും മികച്ച സ്കൂളിൽ പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം നൽകി വളർത്തി. നിങ്ങളോട് പറയേണ്ടത് എന്തെന്നാൽ, ട്വിഷ വളരെ കഴിവുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, വിജയകരമായ ഒരു യുവതിയായിരുന്നു. പഠനരംഗത്ത് മാത്രമല്ല, ഗ്ലാമർ ലോകത്തും കോർപ്പറേറ്റ് മേഖലകളിലും അവർക്ക് നല്ല പേരുണ്ടായിരുന്നു. ട്വിഷ ഡൽഹിയിലെ പ്രശസ്തമായ ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമൻസിൽ നിന്നാണ് ഹിസ്റ്ററിയിൽ BA ഡിഗ്രി നേടിയത്. അതിനുശേഷം സി അരബിന്ദ്ര സെന്റർ ഫോർ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്നും അഡ്വർടൈസിംഗ് പബ്ലിക് റിലേഷൻ വിഷയത്തിൽ PGDM പൂർത്തിയാക്കി. പിന്നീട് പഠനം തുടരുകയും MBA വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. അത് മാത്രമല്ല, 2012 മിസ് പൂനെ എന്ന കിരീടവും അവൾ സ്വന്തമാക്കി. സ്വന്തം സൗന്ദര്യം, ആത്മവിശ്വാസം, കഴിവ് എന്നിവയുടെ ബലത്തിൽ മോഡലിംഗ്, ബ്യൂട്ടി പേജന്റിൽ പങ്കെടുത്ത ട്വിഷ ജഡ്ജിമാരുടെ ഹൃദയം കീഴടക്കി വിജയകിരീടം സ്വന്തമാക്കി. മിസ് പൂനെ പട്ടം നേടിയതോടെ ട്വിഷയുടെ പേര് ഗ്ലാമർ ഇൻഡസ്ട്രിയിൽ വേഗത്തിൽ ഉയർന്നു. അവൾക്ക് സിനിമയിൽ നിന്നും ഓഫറുകൾ ലഭിക്കാൻ തുടങ്ങി. പുതിയ അനുഭവങ്ങൾ നേടാനും സ്വന്തം താല്പര്യത്തിന്റെ പേരിലും ട്വിഷ 2-3 സൗത്ത് ഇന്ത്യൻ സിനിമകൾ അഭിനയിച്ചു. അവളുടെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം മുഗുരുമോന ഗുള്ളു ആയിരുന്നു. 2021 പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു തെലുങ്ക് സസ്പെൻസ് കോമഡി ത്രില്ലർ സിനിമയായിരുന്നു. ഇതുകൂടാതെ വൺ മാൻ ആർമി എന്ന തെലുങ്ക് ആക്ഷൻ റിവെഞ്ച് ചിത്രത്തിലും ട്വിഷ അഭിനയിച്ചു. അതിൽ അവൾ നായികയുടെ കഥാപാത്രമാണ് അഭിനയിച്ചത്. കൂടാതെ 2018 സാറ സംഭൽക്കെ എന്ന സിനിമയിലും അവൾ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അഭിനയവും ഈ ഗ്ലാമർ ലോകവും ട്വിഷയുടെ കരിയറിന്റെ ഒരു തുടക്കഘട്ടം മാത്രമായിരുന്നു. അവളുടെ യഥാർത്ഥ സ്വപ്നം അഡ്വർടൈസിംഗ്, എഴുത്ത്, ബ്രാൻഡ് മേക്കിംഗ് എന്നീ മേഖലകളിൽ വലിയ കഴിവുണ്ടാക്കുകയായിരുന്നു. ട്വിഷ മനസ്സുകൊണ്ട് ഒരു എഴുത്തുകാരിയും കഥാകാരിയുമായിരുന്നു. സിനിമയുടെ മുന്നിൽ അഭിനയിക്കുന്നതിനേക്കാൾ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് പുതിയ ആശയങ്ങൾ ചിന്തിക്കുകയും ബ്രാൻഡുകൾക്കായി അഡ്വർടൈസ്മെന്റുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ട്വിഷയുടെ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവൾ മാസ് കമ്മ്യൂണിക്കേഷൻസിലും പഠനം പൂർത്തിയാക്കി. തുടർന്ന് വർഷങ്ങളോളം ഗിൽവി, എഡിൽമാൻ, അമേരിക്കൻ എക്സ്പ്രസ് പോലുള്ള ലോകത്തിലെ പ്രമുഖ ഗ്ലോബൽ ബ്രാൻഡുകളിൽ സീനിയർ ക്രിയേറ്റീവ് ഡയറക്ടറായി ജോലി ചെയ്തു. പിന്നീട് ഡൽഹി NCRലെ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജർ പദവിയിലും അവൾ പ്രവർത്തിച്ചു വന്നു. അതേസമയം ട്വിഷയുടെ സഹോദരനായ മേജർ ഹർഷിദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിലെ ഒരു കോമ്പാക്ട് ഓഫീസർ ആയിരുന്നു. വർഷങ്ങളായി അദ്ദേഹം സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു. ക്യാപ്റ്റൻ പദവിക്ക് ശേഷം തുടർച്ചയായി 6-7 വർഷം വരെ കഠിനമായി പരിശ്രമിച്ച അദ്ദേഹം മേജർ റാങ്ക് നേടി. ഇങ്ങനെ കുടുംബത്തിലെ എല്ലാം വളരെ സന്തോഷകരമായിരുന്നു. 2 മക്കളും സ്വതന്ത്രരായി ജീവിതത്തിൽ മുന്നേറുന്നത് കണ്ടപ്പോൾ മാതാപിതാക്കൾക്ക് അതിയായ സന്തോഷം തോന്നി. അവരുടെ മക്കൾ സ്വന്തം കാലിൽ നിൽക്കുകയും സ്വതന്ത്രരാവുകയും ചെയ്യണമെന്നുള്ളതായിരുന്നു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നം. ട്വിഷയും ഹർഷിദും ആ സ്വപ്നം സത്യമാക്കി. ഒരു വശത്ത് ട്വിഷയുടെ പ്രൊഫഷണൽ ജീവിതം മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, മറുവശത്ത് അവളുടെ വ്യക്തി ജീവിതത്തിൽ ഒരാൾ കടന്നു വന്നു. ആ യുവാവിന്റെ പേര് സമർത്ത് സിംഗ്. ഭോപ്പാലിലെ സമർത്ഥനും സക്സസ്ഫുൾ ആയ ഒരു ക്രിമിനൽ വക്കീലായിരുന്നു സമർത്ത്. കുടുംബത്തോടൊപ്പം ഭോപ്പാലിലെ സമ്പന്നമായ പ്രദേശമായ കഡാര ഹിൽസിലായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. സമർത്ഥിന്റെ അമ്മ ഗിരിബാല സിംഗ് മുൻപേ ജില്ലാ ജഡ്ജിയായിരുന്നു. വിരമിച്ച ശേഷം അവരിപ്പോ കൺസ്യൂമർ ഫോറത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്നു. അതേസമയം സമർത്ഥിന്റെ അച്ഛനും മുൻപൊരു ജഡ്ജിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. എന്നാൽ ആ സമൂഹത്തിൽ അവരുടെ കുടുംബത്തിന് വലിയൊരു മാന്യമായ സ്ഥാനം ഉണ്ടായിരുന്നു. ഭോപ്പാലിലെ ഏറ്റവും സ്വാധീനശാലിയും ഹൈ പ്രൊഫൈലുമായ കുടുംബത്തിലൊന്നായി സമർത്ഥിന്റെ കുടുംബത്തെ ആളുകൾ കണക്കാക്കിയിരുന്നു. ഇപ്പോൾ സമർത്ഥിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന്റെ വിവാഹം നടത്തണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ സമർത്ഥിന് അറേഞ്ച് മാരേജിനേക്കാൾ ലവ് മാരേജിനായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ അയാൾ ഒരു ഡേറ്റിംഗ് ആപ്പിൽ പ്രൊഫൈൽ സൃഷ്ടിച്ച് തനിക്ക് അനുയോജ്യമായ പെൺകുട്ടിയെ തിരയാൻ തുടങ്ങി. ആ തിരച്ചിൽ അവസാനിച്ചത് ട്വിഷയിലായിരുന്നു. സൗന്ദര്യം മാത്രമല്ല, നല്ല വിദ്യാഭ്യാസം, ബുദ്ധിമുള്ളൊരു പെൺകുട്ടിയായിരുന്നു ട്വിഷ. അവളുടെ വ്യക്തിത്വം, ജീവിതശൈലിയും കണ്ടപ്പോൾ സമർത്ഥ് അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു. തുടർന്ന് അദ്ദേഹം ട്വിഷയ്ക്ക് മെസ്സേജ് അയച്ചു. അതിനുശേഷം ഇരുവരും ചെറിയ സംഭാഷണങ്ങളിലൂടെ അടുത്തു തുടങ്ങി. ഒരാളുടെ സ്വഭാവം മറ്റൊരാൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഡേറ്റിംഗ് ആപ്പിലൂടെ സ്ഥിരമായി സംസാരിച്ചു കൊണ്ടിരുന്ന ട്വിഷയ്ക്കും സമർത്ഥിനും ഇടയിൽ ശക്തമായൊരു ബന്ധം രൂപപ്പെട്ടു.
പിന്നീട് അവർ നേരിൽ കണ്ടുമുട്ടാനും തുടങ്ങി. ഏകദേശം 1-1.5 വർഷത്തോളം അവർ ഡേറ്റ് ചെയ്തു. ആ സമയത്ത് ഒരാളുടെ സ്വഭാവം, കരിയർ, ശീലങ്ങൾ എല്ലാം മറ്റൊരാൾ മനസ്സിലാക്കി. ട്വിഷയ്ക്ക് സമർത്ഥിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായി. ജീവിതം മുഴുവനും ഒരുമിച്ച് കഴിയാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഇരുവർക്കും തോന്നിയപ്പോൾ അവർ ഈ ബന്ധത്തെക്കുറിച്ച് കുടുംബത്തോട് പറഞ്ഞു. സമർത്ഥ് സാമ്പത്തികമായി സ്വതന്ത്രനായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ കുടുംബം ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ ട്വിഷയുടെ കുടുംബം വിചാരിച്ചു, ഇതിലും നല്ലൊരു ബന്ധം മകൾക്ക് എങ്ങനെ കിട്ടാനാണ്. അതിനാൽ അവർ ഉടൻ തന്നെ വിവാഹത്തിന് സമ്മതം നൽകി. അതുപോലെ തന്നെ സമർത്ഥിന്റെ കുടുംബത്തിനും ട്വിഷയെ ഒരുപാട് ഇഷ്ടമായി. ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെ 2025 ഡിസംബർ മാസം 12-ന് ട്വിഷയും സമർത്ഥ് സിംഗും വിവാഹിതരായി. വിവാഹം അതിവിശാലമായ ആഘോഷങ്ങളോടെയായിരുന്നു നടന്നത്. മകളുടെ സുരക്ഷിതമായ ഭാവിക്കായി ട്വിഷയുടെ മാതാപിതാക്കൾ ഏകദേശം 20 ലക്ഷം രൂപ വില വരുന്ന ഫിനാൻഷ്യൽ ആസ്തികൾ, അതായത് ഷെയറുകളും ഇൻവെസ്റ്റ്മെന്റുകളും സമ്മാനമായി നൽകി. അതിനൊപ്പം പരമ്പരാഗത ആചാരപ്രകാരം വലിയ അളവിൽ സ്വർണം, വെള്ളി, വസ്ത്രങ്ങൾ, വിവാഹത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും നൽകി. ഒരു കാര്യത്തിലും അവർ കുറവ് വരുത്തിയില്ല. മകളെ ആശീർവദിച്ച് അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയച്ചു. അവിടെ എത്തിയ ശേഷം ട്വിഷ ഒരു വലിയ തീരുമാനം എടുത്തു. ഇനി തനിക്ക് ജോലി വേണ്ട. കാരണം മുൻപ് പറഞ്ഞതുപോലെ ട്വിഷ ഡൽഹി NCRലായിരുന്നു താമസം. അവിടെ ഒരു വലിയ കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. അതേസമയം സമർത്ഥ് ഭോപ്പാലിൽ താമസിച്ച് വക്കീലായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ ട്വിഷ ജോലി ചെയ്യുകയാണെങ്കിൽ ഇരുവരും വേർപിരിഞ്ഞ് ജീവിക്കേണ്ടി വരും. അതവൾ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൾ തന്റെ മികച്ച ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായും വിവാഹ ജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. വിവാഹത്തിന്റെ ആദ്യ കുറച്ച് മാസങ്ങളിൽ എല്ലാം വളരെ സന്തോഷകരമായിരുന്നു. ഏകദേശം 1.5 വർഷം പരസ്പരം ഡേറ്റ് ചെയ്ത ശേഷം നടന്ന ഒരു ലവ് മാരേജ് ആയതിനാൽ തുടക്കത്തിൽ ഇരുവരും തമ്മിൽ വലിയ സ്നേഹവും മനസ്സിലാക്കലും ഉണ്ടായി. സമർത്ഥ് ഭോപ്പാലിലെ പുതിയ ജീവിതത്തിലേക്ക് തൃഷയെ പൊരുത്തപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. പിന്നീട് പതിയെ പതിയെ കാര്യങ്ങൾ മാറി തുടങ്ങി. സ്നേഹത്തിന്റെ സ്ഥാനത്ത് മാനസിക പീഡനം കടന്നു വന്നു. സമർത്ഥിനും അവന്റെ അമ്മയായ ഗിരിബാലയ്ക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. വിവാഹ സമ്മാനമായി ട്വിഷയുടെ അച്ഛൻ നൽകിയ 20 ലക്ഷം രൂപയുടെ ഷെയറുകളും മ്യൂച്വൽ ഫണ്ടുകളും സമർത്ഥിന്റെ പേരിലേക്ക് മാറ്റി കൊടുക്കണമെന്നത്. അവരുടെ വാദം എങ്ങനെയായിരുന്നു? ഇപ്പൊ ട്വിഷ ഈ വീട്ടിലെ മരുമകളാണ്. അതിനാൽ ആ ഷെയറുകൾ ഭർത്താവിന്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷേ ട്വിഷ അതിനൊരിക്കലും തയ്യാറായില്ല. ഡൽഹിയിൽ ഏകദേശം 15 വർഷത്തോളം വലിയ കമ്പനികളിൽ മാർക്കറ്റിംഗ് മാനേജറായും സീനിയർ ക്രിയേറ്റീവ് ഡയറക്ടറായും ജോലി ചെയ്തിരുന്ന അവൾക്ക് ആ ഷെയറുകളുടെയും ഇൻവെസ്റ്റ്മെന്റുകളുടെയും വിലയും പ്രാധാന്യവും നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തുറന്നു പറഞ്ഞു, ഇതെന്റെ അച്ഛൻ എനിക്ക് നൽകിയ സമ്മാനമാണ്. ഇത് ഞാൻ സമർത്ഥിന്റെ പേരിലേക്ക് മാറ്റില്ല. ട്വിഷയുടെ ഈ വ്യക്തിപരമായ ഒരു നിരാകരണത്തിന് ശേഷം ആ വീട്ടിലെ അന്തരീക്ഷം വളരെ മോശമായി തുടങ്ങി. അതവൾക്ക് ഒരുപാട് പീഡനങ്ങളുള്ള ഒരു നരക ജീവിതം പോലെ തോന്നി തുടങ്ങി. ഇപ്പൊ സമർത്ഥിനും അവന്റെ അമ്മയ്ക്കും ദിവസവും രാവിലെയും വൈകിട്ടും ട്വിഷയെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവായി. അവർ അവളെ സ്വാർത്ഥ എന്ന് വിളിക്കാൻ തുടങ്ങി. അതുകൂടാതെ അപമാനകരമായ ഭാഷയിലൂടെയൊക്കെ സംസാരിച്ചു. പക്ഷെ തുടക്കത്തിൽ ട്വിഷ ഇതൊന്നും സ്വന്തം വീട്ടുകാരോട് പറഞ്ഞില്ല. കാരണം ഏതെങ്കിലും കാരണത്താൽ കുടുംബം വിഷമിക്കരുത് എന്നവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ സമർത്ഥിന്റെ പീഡനം ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവനും അവന്റെ അമ്മ ഗിരിബാലയ്ക്കും ട്വിഷയുടെ 20 ലക്ഷം രൂപയുടെ ഷെയറുകൾ സമർത്ഥിന്റെ പേരിലാക്കാൻ ചില ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കി. പക്ഷേ ട്വിഷ ആ ഡോക്യുമെന്റ്സിൽ ഒപ്പിടാൻ നിരസിച്ചു. അതിനെ തുടർന്ന് ദേഷ്യത്തിലായ സമർത്ഥ് അവളെ വീട്ടിലെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. ട്വിഷയ്ക്ക് ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ അവളെ മാനസികമായി തകർക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അവൾ വഴങ്ങി ഒപ്പിടുമെന്നാണ് കരുതിയത്. പക്ഷെ ട്വിഷ അത്ര എളുപ്പത്തിൽ തോൽക്കുന്ന ആളല്ലായിരുന്നു. ഏത് വില കൊടുത്തും തന്റെ ഷെയറുകൾ സമർത്ഥിന്റെ പേരിലാക്കില്ല എന്നവൾ തീരുമാനിച്ചിരുന്നു. ഇത് സമർത്ഥിന് വ്യക്തമായി മനസ്സിലായി. ഒരു ക്രിമിനൽ വക്കീലായിരുന്ന സമർത്ഥ് വീടിനുള്ളിൽ ഒരു ക്രൂര കുറ്റവാളിയെ പോലെ പെരുമാറാൻ തുടങ്ങി. ട്വിഷ ഭക്ഷണം ഉണ്ടാക്കുന്നതിലോ വീട്ടുജോലികളിലോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിലോ പോലും സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ സമർത്ഥ് അവളോട് ഉച്ചത്തിൽ വിളിച്ചു പറയുമായിരുന്നു. പലപ്പോഴും അതൊരു കയ്യേറ്റത്തിലേക്ക് തന്നെ എത്തി. അവൻ ട്വിഷയെ മർദ്ദിക്കുമായിരുന്നു. എന്നാൽ അവന്റെ അമ്മ അവനെ തടയുന്നതിന് പകരം സ്വന്തം മകനെ പിന്തുണച്ചിരുന്നു. അവരെ എല്ലാത്തിനും ട്വിഷയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവളെ പരിഹസിച്ച് പറയുമായിരുന്നു, ദിവസം മുഴുവനും വീട്ടിലിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, ഒരു ജോലിയും ചെയ്യുന്നില്ല, ഒരു ഉപയോഗം ഇല്ലാത്തവൾ, ഭാരമാണ് എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചു. ഭോപ്പാലിൽ നീ ഉടൻ ഒരു ജോലി കണ്ടെത്തണം, ശമ്പളമായി കിട്ടുന്ന മുഴുവൻ പണവും വീട്ടു ചിലവിനായി സമർത്ഥിന് കൈമാറണം എന്നൊക്കെ അവളെ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. സ്ഥിതിഗതികൾ ഏറ്റവും മോശമായത് ട്വിഷ ഗർഭിണിയായപ്പോഴായിരുന്നു. ഒരു ദിവസം ട്വിഷയ്ക്ക് താൻ അമ്മയാകാനിരിക്കുകയാണെന്ന് മനസ്സിലായി. ഈ വാർത്ത അറിഞ്ഞപ്പോൾ അവൾ ഒരുപാട് സന്തോഷിച്ചു. ഈ കുഞ്ഞിനെ ലോകത്തിലേക്ക് കൊണ്ടുവരണമെന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. കുഞ്ഞു ജനിച്ചാൽ ഒരു പക്ഷേ ഭർത്താവും അമ്മായിയമ്മയുടെ മനസ്സ് മാറും, വീട്ടിലെ വിഷമകരമായ സാഹചര്യം മെച്ചപ്പെടുമെന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു.
പക്ഷേ സമർത്ഥനും അവളുടെ അമ്മ ഗിരിബാലയ്ക്കും ഈ കുഞ്ഞിനെ ഒരിക്കലും അംഗീകരിക്കാനായില്ല. അവരുടെ മുഴുവൻ ശ്രദ്ധയും ട്വിഷയുടെ ആ 20 ലക്ഷം രൂപയുടെ ഷെയറും സ്വത്തും സ്വന്തമാക്കുന്നതിലായിരുന്നു. അതിനുവേണ്ടി അവർ ട്വിഷയുടെ സ്വഭാവത്തെ പോലും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ കുഞ്ഞ് സമർത്ഥിൻ്റെതല്ല എന്നവർ ഉത്തരവാദിത്വം നിഷേധിച്ചു. പ്രതിദിനം സമർത്ഥിനും അവന്റെ അമ്മയ്ക്കും ട്വിഷയെ മാനസികമായി പീഡിപ്പിക്കുന്നത് ഒരു പതിവായി തന്നെ മാറി. അവർ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ടായിരുന്നു പിന്നീട്, ഈ കുഞ്ഞ് സമർത്ഥിൻ്റെതല്ല എന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കുക. വിവാഹിതയും ഗർഭിണിയുമായൊരു സ്ത്രീ സ്വന്തം ഭർത്താവിന്റെ വായിൽ നിന്നും ഇത്തരം വാക്ക് കേൾക്കുമ്പോൾ അവൾ അത് എത്രമാത്രം തകർക്കും. അവർ ട്വിഷയെ സമൂഹത്തിൽ അപമാനിക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി. അവർക്ക് ഏത് വില കൊടുത്തും അബോർഷൻ ചെയ്യാൻ മനസ്സില്ലായിരുന്നു. പക്ഷെ സമർത്ഥനും അവന്റെ അമ്മയ്ക്കും അവളെ അത്രത്തോളം ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ അവൾ പൂർണ്ണമായും തളർന്നു. അങ്ങനെ 2026 മെയ് മാസം 4 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ സമർത്ഥ് ബലമായി അവളെ അബോർഷൻ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അത് ചെയ്യുകയും ചെയ്തു. ഒരു വശത്ത് നിർബന്ധിത അബോർഷന്റെ വേദന, മറുവശത്ത് ശരീരത്തിലുണ്ടായ പെട്ടെന്നുണ്ടായ മെഡിക്കൽ മാറ്റങ്ങൾ. ഇതെല്ലാം കാരണം ട്വിഷ ശാരീരികമായി അത്യന്തം ദുർബലയായി. എന്നാൽ ആ അവസ്ഥയിലും സമർത്ഥിന്റെ മനസ്സ് മാറിയില്ല. രോഗബാധിതയും ക്ഷീണിതയുമായ ട്വിഷയ്ക്ക് വിശ്രമം നൽകുന്നതിന് പകരം ഷെയറുകളുടെ രേഖകളിൽ ഒപ്പിടാൻ അവളെ മുൻപത്തേക്കാൾ കൂടുതൽ പീഡിപ്പിക്കാനും സമ്മർദ്ദം ചെലുത്താനും തുടങ്ങി. അവസാനം ഈ ഒന്നും സഹിക്കാൻ കഴിയാതെ ധൈര്യം കൂട്ടി സ്വന്തം സഹോദരനായ ഹർഷിതിനെ വിളിച്ചു. അവൾ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഒന്നും മറച്ചുവെക്കാതെ പറഞ്ഞു. ഇനി അവിടെ താമസിക്കാൻ തനിക്ക് കഴിയില്ലെന്നും തന്നെ തിരികെ കൊണ്ടുപോകണമെന്നും അവൾ സഹോദരനോട് അപേക്ഷിച്ചു. ഇത് കേട്ട ഉടൻ ഹർഷിത് ട്വിഷയ്ക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവളെ നോയിഡയിലേക്ക് മടങ്ങി വരണമെന്നും പറഞ്ഞു. ട്വിഷയുടെ ഭർത്താവിന്റെ വീട്ടുകാർ അവൾക്ക് 1 രൂപ പോലും കൊടുക്കില്ലായിരുന്നു. പകരം അവർ അവളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. വിവാഹം കഴിഞ്ഞ് വെറും 5 മാസങ്ങൾക്കുള്ളിൽ തന്നെ ട്വിഷയുടെ ഭാരം ഏകദേശം 15 കിലോ വരെ കുറഞ്ഞിരുന്നു. അതിനാലാണ് കുടുംബവും വ്യക്തമായി പറഞ്ഞത്, ഇനി നീ തിരികെ വീട്ടിലേക്ക് വാ എന്ന്. അങ്ങനെ മെയ് മാസം 13-ാം തീയതി ട്വിഷ നോയിഡയിലേക്ക് മടങ്ങേണ്ടതാണ്. പക്ഷേ മെയ് മാസം 12-ാം തീയതി രാത്രി ഒരു 10:05 അവൾ പെട്ടെന്ന് അമ്മയെ വിളിച്ചു. കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് വീട്ടിൽ വളരെ ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയാണ്. അവരെന്നെ സമാധാനത്തോടെ കരയാനും അനുവദിക്കുന്നില്ല, ജീവിക്കാനും അനുവദിക്കുന്നില്ല, ചിരിക്കാൻ ഒരു കാരണവും നൽകുന്നില്ല. ഭോപ്പാലിലെ നരകത്തിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കാൻ എനിക്ക് കഴിയില്ല. ട്വിഷ കരഞ്ഞുകൊണ്ട് അമ്മയോട് ഇതെല്ലാം പറയുന്നതിനിടെ പെട്ടെന്ന് ആ മുറിയുടെ വാതിൽ തുറന്ന് സമർത്ഥ് അകത്തേക്ക് കടന്നു. അവന്റെ ശബ്ദം കേട്ട ഉടൻ ട്വിഷ ഭയന്ന് ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം വീട്ടുകാർ പലതവണ വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല. അതിന് കൃത്യം 15 മിനിറ്റുകൾക്ക് ശേഷം രാത്രി ഏകദേശം 10:20 ഗിരിബാല സിംഗ് ട്വിഷയുടെ അമ്മയെ വിളിച്ചു. വളരെ തണുത്ത സ്വരത്തിൽ അവർ ഇത്രമാത്രം പറഞ്ഞു, ട്വിഷ ശ്വാസം എടുക്കുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്ര സാധാരണമായ ശൈലിയിലാണ് അവരത് പറഞ്ഞത്, ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ. അവർ പിന്നീട് പറഞ്ഞു, ഞങ്ങൾ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ അപ്പോഴും അവർ സത്യം എന്താണെന്ന് പറഞ്ഞില്ല. സത്യം എന്താണെന്ന് വെച്ചാൽ ട്വിഷ തൂങ്ങി മരിച്ചതായിരുന്നു. അവർ സത്യം പറയുന്നതിന് പകരം കാര്യം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു പെരുമാറ്റം. ഭർത്താവിന്റെ വീട്ടുകാർ ട്വിഷയെ ഭോപ്പാലിലെ ഒരു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ അവളെ പരിശോധിച്ചിട്ട് ഉടൻ തന്നെ പറഞ്ഞു, അവൾ ഇതിനകം മരിച്ചുവെന്ന്. അതായത് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ട്വിഷയുടെ ജീവൻ നഷ്ടപ്പെട്ടു. തുടർന്ന് അവർ വീണ്ടും ട്വിഷയുടെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു, ട്വിഷ ഇനി ലോകത്തിൽ ഇല്ല എന്ന്. ഈ വാർത്ത കേട്ട കുടുംബം പൂർണ്ണമായും തകർന്നു. അവരുടൻ ഭോപ്പാലിലേക്ക് പുറപ്പെട്ടു. അവിടെ സമർത്ഥും അവന്റെ അമ്മയും പോലീസിനും കുടുംബത്തിനും മുന്നിൽ ഒരു കഥ പറഞ്ഞു. ട്വിഷ മുറിയുടെ വാതിൽ അകത്തു നിന്നും പൂട്ടി, എന്നിട്ട് ആത്മഹത്യ ചെയ്തു. അവൾ ഏറെ നാളായി ഡിപ്രഷനിലായിരുന്നു എന്നൊക്കെ. എന്നാൽ ട്വിഷയുടെ കുടുംബം ഈ വാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. കാരണം രാത്രി 10:05 ട്വിഷ സ്വന്തം അമ്മയോട് നോയിഡയിലേക്ക് താൻ മടങ്ങി വരുമെന്ന് പറയുകയായിരുന്നു. പക്ഷെ വെറും 15 മിനിറ്റുകൾക്ക് ശേഷം 10:20 അമ്മായിയമ്മ വിളിച്ചു പറയുന്നു, ട്വിഷ ശ്വാസം എടുക്കുന്നില്ല എന്ന്. കുടുംബത്തിന്റെ ചോദ്യം ഇതായിരുന്നു, വെറും 15 മിനിറ്റിനുള്ളിൽ ഒരു പെൺകുട്ടി വാതിൽ പൂട്ടി തൂക്കുകയർ ഒരുക്കി ആത്മഹത്യ ചെയ്യാൻ എങ്ങനെ സാധിക്കും? അതേസമയം അവൾ അതിനു മുൻപ് എന്നോട് സാധാരണയായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ആരോപണം വ്യക്തമായിരുന്നു. സമർത്ഥും അവന്റെ അമ്മയും ചേർന്നാണ് ട്വിഷയെ കൊലപ്പെടുത്തിയത്. പിന്നീട് ആത്മഹത്യയായി തോന്നിപ്പിക്കാൻ അവളുടെ മൃതദേഹം തൂക്കിയതാണെന്നും അവർ പറഞ്ഞു. അങ്ങനെ അവർ സമർത്ഥനും ഗിരിബാലയ്ക്കുമെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്ന് ട്വിഷയുടെ പോസ്റ്റ്മോർട്ടം നടത്തി. ആ റിപ്പോർട്ടിൽ പുറത്തുവന്ന വിവരങ്ങൾ പോലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കഴുത്തിലെ കുരുക്കിന്റെ പാടുകൾക്ക് പുറമെ അവളുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു. കൈകളിലും ചെവികളിലും പിന്നിലുമൊക്കെ ഗുരുതരമായ നീല നിറത്തിലുള്ള മർദ്ദന പാടുകൾ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ട്വിഷയുടെ മരണകാരണം ആന്റിമോർട്ടം ഹാങ്ങിങ് ആണെന്ന് വ്യക്തമായിരുന്നു. അതായത് അവളെ തൂക്കിയ സമയത്ത് അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല
ട്വിഷയുടെ കഴുത്തിലും കൈകളിലും ചില പ്രത്യേക അടയാളങ്ങൾ കണ്ടെത്തി. അവൾ മരിക്കുന്നതിന് മുൻപ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ആ പാടുകൾ. ഇതിനൊപ്പം ട്വിഷയുടെ ഫോണിൽ നിന്നുള്ള അവസാന ചാറ്റുകൾ പോലീസിന് ലഭിച്ചു. മരണത്തിന് ഏകദേശം 4 ദിവസം മുൻപുള്ള ആ സന്ദേശങ്ങളിൽ പോലും ട്വിഷ അമ്മയോട് പറഞ്ഞിരുന്നു, എന്റെ ജീവിതം ഒരു നരകമായി മാറിയിരിക്കുന്നു. ഇതിന് അവളുടെ അമ്മ മറുപടി നൽകിയത്, ഞാൻ സമർത്ഥിനോട് സംസാരിക്കാം. ഇത് കൂടാതെ ട്വിഷ തന്റെ സഹോദരനോടും സംസാരിച്ചിരുന്നു. ആ മെസ്സേജിൽ പറയുന്നത്, ഞാൻ വളരെ മോശമായി കുടുങ്ങിപ്പോയി, ഇവർ വളരെ മോശക്കാരാണ്, സമർത്ഥ് എല്ലാ പരിധികളും കടന്നുപോയി. ഈ ചാറ്റുകൾ പുറത്തു വന്നതോടെ പോലീസ് സമർത്ഥിനും അവന്റെ അമ്മയ്ക്കുമെതിരെ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട ഗുരുതര വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെയും ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിന്റെ പ്രധാന കാരണം അവരുടെ ഹൈ പ്രൊഫൈൽ സ്വാധീനമാണെന്നുള്ള ഒരു ആരോപണമാണ് ഉയരുന്നത്. കോടതി ട്വിഷയുടെ അമ്മായിയമ്മയായ ഗിരിബാലയ്ക്ക് മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. നിയമപ്രകാരം ഒരാൾക്ക് കോടതി ജാമ്യം അനുവദിച്ചാൽ പോലീസിന് പിന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതേസമയം സമർത്ഥ് സിംഗിന്റെ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനമായിട്ടില്ല. ട്വിഷയ്ക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി അവളുടെ അച്ഛനും അമ്മയും സഹോദരനും നോയിഡയിൽ നിന്നും ഭോപ്പാലിലെത്തി. അവർ മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ വീടിന് മുന്നിൽ റോഡിലിരുന്ന് പ്രതിഷേധവും സമരവും നടത്തി. ആ പ്രതിഷേധത്തിൽ ട്വിഷയുടെ അച്ഛൻ അതീവ വിഷമത്തോടെ മാധ്യമത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, എന്റെ മകൾക്ക് നീതി ലഭിക്കാത്ത പക്ഷം ഞാൻ മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ തന്നെ ആത്മഹത്യ ചെയ്യും. കാരണം എന്റെ മകൾ ആത്മഹത്യ ചെയ്തതല്ല, അവളെ കൊലപ്പെടുത്തിയതാണ്. അവളെ കൊന്നവർ ഇന്നും സ്വതന്ത്രരായി നടക്കുകയാണ്. എന്നാൽ എന്റെ മകൾ നീതിക്കായി കാത്തിരിക്കുന്നു. ഈ കഥ നമ്മെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീധനമോഹം ഒരു അപകടകരമായ വൈറസായി മാറിയിരിക്കുകയാണ്. അതിന്റെ മുന്നിൽ വലിയ വിദ്യാഭ്യാസം, കോടികളുടെ സമ്പത്ത്, സമൂഹത്തിലെ വ്യാജ മാന്യങ്ങളെല്ലാം തോറ്റുപോകും. ട്വിഷയുടെ കേസ് ഇതിന്റെ ഏറ്റവും ഭയാനകവും ജീവനുള്ളതുമായ ഒരു ഉദാഹരണമാണ്. ഈ കഥയുടെ പാഠം എന്തെന്നാൽ, പണം, സ്വത്ത് എന്നിവയുടെ പേരിൽ ഒരാളുടെ ജീവിതവും മാനവും തകർക്കാൻ ഒരാൾക്കും അവകാശമില്ല. വിദ്യാഭ്യാസവും ഉയർന്ന സ്ഥാനവും സമൂഹത്തിൽ മാന്യമായ ഇമേജ് ഉണ്ടായാലും മനുഷ്യത്വം ഇല്ലെങ്കിൽ അതിനൊന്നും യാതൊരു വിലയുമില്ല. ഒരു പെൺകുട്ടി വിവാഹത്തിന് ശേഷം മാനസികമായോ ശാരീരികമായോ പീഡനം അനുഭവിക്കുമ്പോൾ അത് കുടുംബകാര്യം എന്ന് കരുതി മിണ്ടാതിരിക്കുന്നത് അപകടകരമാണ്. സമയത്ത് സംസാരിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നതാണ് അത്യാവശ്യം. അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വമുണ്ട്. മകളുടെ സന്തോഷവും സുരക്ഷയും സമൂഹത്തിന്റെ പേരിലോ ബന്ധത്തിന്റെ പേരിലോ ഒരിക്കലും ബലിയാടാക്കരുത്. സ്ത്രീധന മോഹവും അധികാരത്തിന്റെ അഹങ്കാരവും ഒരു കുടുംബത്തെ മാത്രമല്ല, മുഴുവൻ സമൂഹത്തെയും നശിപ്പിക്കും. ഓരോ ബന്ധത്തിന്റെയും അടിസ്ഥാനം സ്നേഹവും ബഹുമാനവും വിശ്വാസവും ആയിരിക്കണം. സ്വാർത്ഥതയോ പണത്തോടുള്ള ഈ അമിതമായ ലോഭമോ ആയിരിക്കരുത്. ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു വലിയ ചോദ്യം ഇതാണ്, 2026 ഒരു മകളുടെ അവസാന നിലവിളി ഫയലുകളുടെ അടിയിൽ തന്നെ ഇങ്ങനെ മാഞ്ഞു പോകുമോ? ഈ നീതിക്കായിട്ടുള്ള പോരാട്ടത്തിൽ സത്യത്തിന്റെ ശബ്ദം ഒരിക്കലും ദുർബലമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ഇവിടെ ഉത്തരവാദിത്വവും നിങ്ങളുടേതുമാണ്. കാരണം ഇത് ഒരു ട്വിഷയുടെ കഥ മാത്രം അല്ല, ഇത് നമ്മുടെ വീടുകളിലെ പെൺമക്കൾക്കും സംഭവിക്കാവുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു ട്വിഷ ജനിക്കാതിരിക്കാനായി, മറ്റൊരു പെൺകുട്ടിയും ഇത്തരം വേദന അനുഭവിക്കാതിരിക്കാനായി ജസ്റ്റിസ് ഫോർ ട്വിഷ അത്ര പ്രധാനമായി മാറുകയാണ്. ഇവിടെ ഈ നിയമ സംവിധാനവും സ്വന്തം വിശ്വാസ്യത തെളിയിക്കേണ്ട സമയം കൂടിയാണ്. നിയമം സംരക്ഷിക്കേണ്ടവരാണ് അതിനെ ദുരുപയോഗം ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ കൂടുതൽ കർശനമായിരിക്കണം. അപ്പോഴേ ഈ നിയമത്തിന്റെയും കാക്കി യൂണിഫോമിന്റെയും മാന്യതയും വിശ്വാസവും നിലനിൽക്കുകയുള്ളൂ. നിയമം അറിയാവുന്നവരാണ് നിയമത്തെ തെറ്റായി ഉപയോഗിച്ച് സാധാരണക്കാരുടെ മക്കളെയും മരുമക്കളെയും ഇത്തരത്തിൽ മരണത്തിലേക്ക് തള്ളിവിടുന്നത് എങ്കിൽ അപ്പോൾ നിയമത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടും. സത്യം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷേ പുറത്തുവരുന്ന പ്രാഥമിക തെളിവുകളും സാഹചര്യങ്ങളും കാണിക്കുന്നത് ഈ സംഭവത്തിൽ അനവധി സംശയങ്ങളും പൊരുത്തക്കേടുകളും ഉണ്ടെന്നതാണ്. ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അതെല്ലാം ഇപ്പോഴും ഒരേ ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്വാർത്ഥതയും അധികാരവും ഈ സംഭവത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഈ വീഡിയോ ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യുക. ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ നമുക്കും കൈകോർക്കാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും കമന്റിൽ പറയാം. ഇതുപോലെ വളരെ വ്യത്യസ്തമായ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രൈം കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.